ജയ ജയ മംഗളം പാടിടം ആനന്ദ സാഗര ധ്വനിയുയർത്താം. Nous sommes à Kollur. C'est un petit village du sud-ouest de l'Inde, dans l'état de Karnataka. C'est un haut lieu vibratoire. Et depuis très très longtemps, des yogis, des sages, sont venus ici faire des ascèses. Nous avons rencontré Shritatata en 2002, lors du Yaga qui a eu lieu dans le Kerala à Varishnapuri, après que Maitreya-amma, une Française, ait permis l'ouverture vers Shritatata pour les Occidentaux. Shritatata propose un enseignement et des initiations. Son enseignement, c'est le même que celui de toutes les traditions humaines. C'est le même. La différence est dans les initiations qu'il propose. Ces initiations sont particulières. Elles permettent de transcender toutes les barrières qui sont en nous. Toutes. Elles nous amènent à l'accomplissement individuel, mais aussi à l'accomplissement collectif de l'humanité. वंदनम नमस्ते देवदेवा नमस्ते श्रीतधाता नमस्ते देवदेवा नमस्ते श्रीतधाता. La première question qui vient, c'est qui es-tu, Shritatata? അങ്ങ് ആരാണെന്നാണ് ആദ്യം ചോദിക്കുന്നത്. തഥാതൻ കാലത്താൽ നിയോഗിക്കപ്പെട്ടതും സമൂഹ ജനങ്ങൾക്ക് മറന്നുപോയ ധർമ്മത്തെ ഓർമ്മിപ്പിക്കാനും ധർമ്മത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ പ്രകടമാക്കി സമസ്ത ജീവജാലങ്ങൾക്കും ശ്രേയസ്സും മംഗളവും ഐശ്വര്യവും ആസ്വദനവും ലോകത്തെ പ്രകടമാക്കാൻ വേണ്ടി കാലം നിയോഗിക്കപ്പെട്ട ധർമ്മത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് തഥാതൻ. Shritatata, que viens-tu offrir de particulier à l'humanité? മനുഷ്യൻ്റെ ബോധമണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജീവാത്മാക്കളായ ജീവന്മാർ അധോമുഖത്തിലൂടെ സഞ്ചരിച്ച് ധർമ്മത്തെ തിരിച്ചറിയാതെ മനുഷ്യൻ നരകയാതന അനുഭവിക്കുന്ന മനുഷ്യനെ അധോമണ്ഡലങ്ങളിൽ നിന്ന് ഊർധ്വമേഖലയിലേക്ക് ഉയർത്തി ആ പരമമായ സത്യപ്രകാശത്തെ ജീവിത മേഖലകളിലേക്കും ലോകത്തിലും രാഷ്ട്രത്തിലും പ്രസരിപ്പിച്ച് ശ്രേഷ്ഠമായ സന്തോഷകരമായ ആഹ്ലാദപരമായ ജീവിതം പ്രദാനം ചെയ്യാൻ വേണ്ടി കാലം തഥാതനിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മഹിമയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Tu donnes deux initiations, Dharma Snana et Agni Snana,
Est-ce que tu peux nous en parler? Est-ce que tu peux nous les présenter? ധർമ്മസ്നാനം ഒരു മനുഷ്യജന്മം ശ്രേഷ്ഠമായ ധർമ്മത്തിലൂടെ ജീവിച്ച് അവൻ്റെ ജന്മാവകാശം നേടിയെടുക്കുമ്പോൾ അവൻ സാഫല്യം അടയുന്നു. അതിനോടൊപ്പം തന്നെ ലോകത്തിൽ മംഗളവും ഉണ്ടാകുന്നു. എത്രയോ കാലഘട്ടങ്ങളായി ജനിച്ചും മരിച്ചും വന്നതിൻ്റെ സംസ്കാരങ്ങളും ശീലങ്ങളും അവനെ സ്വാഗതം ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിൽ നിക്ഷിപ്തമായ ധർമ്മം മറഞ്ഞിരിക്കുന്നു. മറഞ്ഞുപോയ ധർമ്മത്തിനെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് ധർമ്മം ആചരിക്കാൻ പ്രാപ്തി ക്ഷയിച്ച കാലത്ത് ഈശ്വരൻ്റെ കരുണയാൽ ധർമ്മത്തിലേക്കെത്തിയ മനുഷ്യ സമുദായത്തിന് സ്നാനം നിർവഹിപ്പിച്ച് അവന് അർഹതയില്ലാത്തതിനെ നിഷ്കാസനം ചെയ്ത് അർഹതയുള്ളതിനെ സ്വീകരിച്ച് ശ്രേഷ്ഠമായ ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് കടത്തിവിടാൻ വേണ്ടി പ്രാഥമികമായിട്ട് ചെയ്യുന്ന ഒരു സംസ്കാരക്രിയയാണ് ധർമ്മസ്നാനം. അഗ്നിസ്നാനം എന്ന് വെച്ചാൽ ധർമ്മസ്ഥാനത്തിലൂടെ കടന്നു വന്ന മനുഷ്യനിൽ ധർമ്മത്തിനുള്ള അന്തർദാഹം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അഗ്നിസ്നാനത്തിലൂടെ അവന് വിധിക്കപ്പെട്ട ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തി അവൻ്റെ ജന്മം സബലീകരിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന വിദ്യയാണ് അഗ്നിസ്നാനം. അധോമുഖത്തിലൂടെ ക്ഷയിച്ച് മനുഷ്യൻ തമസിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനുഷ്യനെ അധോമുഖത്തിലുള്ള ഊർജത്തിനെ ഊർധ്വമുഖത്തിലേക്ക് ഉയർത്തി സത്യപ്രകാശത്തോടുകൂടി ബന്ധപ്പെട്ട് അവന് അർഹതപ്പെട്ട, അവന് വിധിക്കപ്പെട്ട, അവന് കൽപ്പിക്കപ്പെട്ട ധർമ്മത്തെ ആചരിച്ച് ശ്രേയസ്സോടുകൂടി ജീവിക്കുമ്പോൾ അവൻ്റെ ജന്മം സാഫല്യമടയെ മാത്രമല്ല ആൽപ്പപ്രഭ സമൂഹത്തിനെയും ജനങ്ങളെയും പരിവർത്തനം വരുത്തി ഒരു ധർമ്മരാഷ്ട്രം ഇവിടെ ശ്രേയസ്സായിത്തീരും. അതിലേക്കുള്ള ഒരു വഴി തുറന്നു കൊടുക്കുന്ന ഒരു മഹാവിദ്യയാണ് അഗ്നിസ്നാനം. Sri Tathata, tu donnes un enseignement d'une grande richesse. Et quel est-il? Quelle en est la source? ഓരോരോ ജീവനും ഈ ലോകത്തിൽ പ്രകടമാകുമ്പോൾ ആ പ്രകടമാകുന്ന ജീവന് ഒരു സ്രോതസ്സുണ്ട്. അത് വ്യാപകമായ സമഷ്ടി വ്യാപകമായി തീർന്നിരിക്കുന്ന ആ ശക്തിയുടെ ലോകത്ത് സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു ബീജകേന്ദ്രമുണ്ട്. അതിനെയാണ് ആചാര്യന്മാർ ബോധകേന്ദ്രം എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ ബോധകേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച പ്രപഞ്ചം, ബോധകേന്ദ്രത്തിൽ നിന്ന് വന്ന ജീവജാലങ്ങൾ ആരൊരുത്തനാണോ അതിനെ ഉയർത്തി ആ ബീജഭാവനത്തിൽ, ആ കേന്ദ്രത്തിലേക്ക് ലക്ഷ്യത്തിനെ കണ്ടുണർന്ന് അതിൽ സ്ഥാനമുറപ്പിക്കുന്നത് അവർക്ക് യഥാർത്ഥമായ ധർമ്മത്തിലൂടെ ജീവിച്ച് ജന്മം സാഫല്യീകരിക്കാൻ കഴിയും. അതാണ് നമ്മുടെ എല്ലാവരുടെയും ബിന്ദുസ്ഥാനമായ കേന്ദ്രം. ആ ബിന്ദുസ്ഥാനത്തിൽ നിന്ന് സ്വരൂപിച്ച ഊർജം തപസ്സിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട് ആ തപസാന്നിധ്യത്തിൽ പൂർവ്വ ഋഷികളിലൂടെ വെളിപ്പെട്ട ധാർമ്മിക മൂല്യങ്ങൾ തഥാതനിലൂടെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. En plus des initiations, tu proposes une pratique qui s'appelle Aishwarya Yoga, qui est ouverte à tous, et nous aimerions que tu nous en parles un peu. പ്രപഞ്ചത്തിൻ്റെ മാധുര്യങ്ങൾ അനുഭവിക്കാനെത്തിയ സമുദായത്തിന് പ്രപഞ്ചത്തിൻ്റെ മാധുര്യങ്ങളെ അനുഭവിപ്പിക്കാൻ വേണ്ടി എല്ലാ ജനങ്ങളെയും ഒന്നിച്ചേർക്കാനുള്ള ഒരു വേദിയാണ് ഐശ്വര്യയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐശ്വര്യയോഗത്തിലൂടെ കടന്നു വരുന്നവർക്ക് അവർക്ക് ധർമ്മത്തിന് വിരുദ്ധമായതിനെ തുടച്ചു കളഞ്ഞ് അവരെ ശ്രേഷ്ഠമായ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് നയിപ്പിക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഐശ്വര്യയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Sri Tathata, tu as fait construire un temple d'une grande force, d'une grande puissance, le Dharmapita. Quelle est sa fonction? Quel est son but? ധർമ്മപീഠം ധർമ്മത്തിൻ്റെ പ്രസരണത്തിനുള്ളൊരു കേന്ദ്രം. സമഷ്ടി വ്യാപകമായ ധാർമ്മികമായ ഊർജത്തെ തഥാതൻ്റെ തപശക്തികൾ കൊണ്ട് ആഗിരണം ചെയ്തെടുത്ത് കാലം നിയോഗിക്കപ്പെട്ട
ആ സാന്നിധ്യത്തിനെ ഭൂമിയിലേക്ക് പ്രകടമാക്കി ഒരു കേന്ദ്രത്തിലൂടെ ലോകത്തെ പ്രസരിപ്പിക്കാനുള്ള ഒരു വേദി ഒരുങ്ങുകയാണ് ധർമ്മപീഠം. ഈ ധർമ്മപീഠത്തിലുള്ള ധാർമ്മിക ഊർജത്തിനെ ആശ്രയിക്കുന്നവർക്ക് ശ്രേഷ്ഠമായ ധർമ്മത്തിൻ്റെ ബുദ്ധിയും ലോകത്തിൻ്റെ ശ്രേയസ്സും അവൻ്റെ ജന്മാവകാശവും നേടിയെടുക്കാൻ ഈ ധർമ്മപീഠത്തിൽ വരുന്ന സാന്നിധ്യം അവരെ സഹായിക്കും. അവരവർ എന്ത് സങ്കല്പിച്ചാലും എന്ത് കേട്ടാലും എന്ത് ഇച്ഛിച്ചാലും അത് സാഫല്യമടയുന്ന ഒരു കേന്ദ്രമാണിത്. മനുഷ്യലോകത്തിൽ ഇനി വരുന്ന കാലത്ത് മനുഷ്യനെ ധർമ്മത്തിലേക്ക് വഴി നയിപ്പിക്കാൻ ഈ സാന്നിധ്യം കളവൊരുക്കും. അതിനുള്ളൊരു വേദിയാണ് ധർമ്മപീഠം. As-tu un message particulier à transmettre aux Occidentaux? ഈ ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋഷികളുടെ നാടാണ്. ഋഷിമൂല്യങ്ങളിൽ നിന്നിട്ടാണ് തപസ്സികളായ ഋഷികളിലൂടെയാണ് മനുഷ്യ സമുദായത്തിന് നൽകപ്പെട്ട ധാർമ്മിക മൂല്യങ്ങൾ. അങ്ങനെ വെസ്റ്റേൺ പീപ്പിൾസിനോ അല്ലെങ്കിൽ മറ്റേ ഇന്ത്യൻ പീപ്പിൾസിനോ വേറില്ല. പ്രജാപതിയുടെ മുന്നിൽ ഇവിടെ കാണുന്ന എല്ലാ മനുഷ്യ ജീവജാലങ്ങളും ഒന്ന് തന്നെയാണ്. എല്ലാവരെയും ധർമ്മത്തിൽ സംയോജിപ്പിക്കുക, അവരവരുടെ സംസ്കാരങ്ങൾ, അവരുടെ ചുറ്റുപാടുകൾ, അവരവർ വന്ന സംസ്കാരങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്നുകൊണ്ട് അവർ ധർമ്മത്തെ സ്വീകരിച്ച് ലോകത്തിന് സമ്പുഷ്ടമാക്കാൻ ഇവിടെ തഥാതൻ എല്ലാ മതങ്ങളും ജാതിയും വിഭാഗങ്ങളൊന്നുമില്ലാതെ എല്ലാവരും പ്രജാപതിയുടെ മക്കളാണെന്ന് കണ്ടറിഞ്ഞ് ധർമ്മത്തിലൂടെ സംയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് ശ്രേഷ്ഠമായ അവരവർ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ശ്രേഷ്ഠമായ ധർമ്മത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമസ്തേ ശ്രീതധാത നമസ്തേ ദേവദേവ നമസ്തേ ശ്രീതധാത വന്ദനം. Être en la présence de Shri Tatata reconnecte à l'immensité de notre être spirituel, notre être profond, et à l'infini de qui nous sommes réellement. Tatata nous ouvre un chemin grandiose pour notre évolution. Moi, ce qui m'apporte, c'est... Je vois là où j'en étais il y a 8 ans, là où j'en suis aujourd'hui. La réponse est là. Pour moi, c'est la réalisation de tous mes rêves d'enfant, d'adolescente. La reconnexion avec le merveilleux. Sauf que maintenant, c'est possible. Ce n'est plus un rêve. C'est le merveilleux en vrai. Namaste Devadeva Namaste Shri Tatata Namaste Devadeva Namaste Shri Tatata Vandanam Vandanam Divya Dharma Jyoti Se Vandanam 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 Divya Dharma Jyoti Se Vandanam